എല്ലാ മതങ്ങളിലും ഒരു രക്ഷകൻ വരുമെന്നുള്ള വിശ്വാസങ്ങളുണ്ട് അല്ലേ? ലോകാവസാനത്തെക്കുറിച്ചും നല്ലൊരു കാലം വരുമെന്നുമൊക്കെയുള്ള പ്രവചനങ്ങൾ. എന്നാൽ ഷിയ ഇസ്ലാമിൽ നൂറ്റാണ്ടുകളായി മറഞ്ഞിരിക്കുന്ന 12ാമത്തെ ഇമാമിന് ശേഷം മറ്റൊരാൾ വരുമോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു വലിയ നിഗൂഢതയാണ്. നമുക്ക് ആ നിഗൂഢതയുടെ ചുരുളഴിക്കണമെന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഈ ലോകത്ത് ഏകദേശം 20 കോടി ഷിയ 12 മുസ്ലിങ്ങളുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ 20 കോടി ജനങ്ങളും ഇമാം അൽ മഹ്ദി എന്നു പേരുള്ള ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം വന്ന് ഈ ലോകത്ത് നീതിയും സമാധാനവും നിറയ്ക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ആരാണ് ഈ കാത്തിരിക്കുന്ന മഹദി എന്ന് നോക്കും, പിന്നെ പ്രവചനങ്ങളിലെ ചില പ്രഹേളികകളിലേക്ക് കടക്കും, മറഞ്ഞിരിക്കുന്നൊരു പിൻഗാമിയെക്കുറിച്ചുള്ള സൂചനകൾ, ഈജിപ്തിലെ സഹചാരി, ഈ സൂചനകളെയെല്ലാം എങ്ങനെ ബന്ധിപ്പിക്കാം, അവസാനം അവർ പറയുന്ന അവസാനത്തെ തെളിവെന്താണെന്ന് നമ്മൾ പരിശോധിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഷിയ 12 വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷനായി എന്ന് വിശ്വസിക്കപ്പെടുന്ന 12ാമത്തെ ഇമാം മുഹമ്മദ് അൽ മഹദി ഒരുനാൾ ഉറപ്പായും തിരിച്ചുവരുമെന്നുള്ള പ്രതീക്ഷയാണ് അതിന്റെ കാതൽ. ഒന്നാലോചിച്ചു നോക്കൂ, 1200 വർഷം. അത്രയും കാലമായി കോടിക്കണക്കിന് ആളുകൾ ഒരൊറ്റ വ്യക്തിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. ലോകത്ത് നീതിയും സമാധാനവും സ്ഥാപിക്കാൻ വരുന്ന ആ രക്ഷകന് അവരുടെ ജീവിതത്തിലും വിശ്വാസത്തിലും എത്രത്തോളം പ്രാധാന്യമുണ്ടായിരിക്കും. പക്ഷേ ഇവിടെയാണ് കഥയിലൊരു ചെറിയ ട്വിസ്റ്റ് വരുന്നത്. ഈ മഹ്ദിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളടങ്ങിയ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ കാണാം. ഇത് നമ്മളെ ചില പുതിയ ചോദ്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഉദാഹരണത്തിന്, ചില ഹദീസുകളിൽ പറയുന്നത് മഹദിക്ക് ചുവന്ന മുഖവും മോശയുടെ രൂപസാദൃശ്യവുമുണ്ടെന്നാണ്. എന്നാൽ മറ്റു ചില ഹദീസുകളിൽ പറയുന്നത് അദ്ദേഹത്തിന് വെളുത്ത നിറവും വലിയ വയറും വിരിഞ്ഞ തുടകളുമാണെന്നാണ്. ഇത് രണ്ടും എങ്ങനെ ഒരേ വ്യക്തിയുടെ വിവരണമാകും അല്ലേ? രൂപത്തിൽ മാത്രമല്ല കേട്ടോ, പ്രായത്തിന്റെ കാര്യത്തിലും ഈ വൈരുദ്ധ്യമുണ്ട്. ഒരു ഹദീസ് പറയുന്നത് അദ്ദേഹം വരുമ്പോൾ 40 വയസ്സായിരിക്കും എന്നാണ്. എന്നാൽ മറ്റൊരെണ്ണം പറയുന്നത് 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടായിരിക്കും അദ്ദേഹം വരികയെന്നാണ്. അപ്പോൾ ഇവിടെ മറ്റെന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്ക് സംശയിക്കാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ പ്രവചനങ്ങളെല്ലാം ഒരേ വ്യക്തിയെക്കുറിച്ചാണോ ശരിക്കും പറയുന്നത്? അതോ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരാൾ കൂടി ഈ ചിത്രത്തിലുണ്ടോ? നമുക്ക് തുടർന്ന് അന്വേഷിക്കാം. അപ്പോൾ ഈ ഒരു നിഗൂഢതയുടെ ഉത്തരം ഒരു പക്ഷേ ഒളിഞ്ഞിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദിന്റെ വിൽപത്രത്തിലായിരിക്കാം. കാരണം 12 ഇമാമുകൾക്ക് ശേഷവും ഒരു പിന്തുടർച്ചാ പരമ്പരയുണ്ടെന്ന് ആ വിൽപത്രം സൂചന നൽകുന്നുണ്ട്. ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ്. അതായത് 12ാമത്തെ ഇമാമിന് ശേഷവും 12 മഹദികൾ വരുമെന്ന്. അതിലെ ആദ്യത്തെ ആൾക്ക് 3 പേരുകളുണ്ടെന്നും പറയുന്നു: അബ്ദുല്ല, അഹമ്മദ്, പിന്നെ മഹദി. ഇത് നമ്മൾ നേരത്തെ കണ്ട പ്രഹേളികയ്ക്കൊരു ഉത്തരമാകുമോ? ഇവിടെ കായിം എന്നൊരു വാക്ക് വരുന്നുണ്ട്. ഉയർത്തെഴുന്നേൽക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് സാധാരണയായി ഇമാമുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കാലത്തിന്റെ അവസാനത്തിൽ ഒരു പ്രത്യേക ദൗത്യവുമായി വരുന്ന ഒരാളെയും ഈ പേരിൽ പ്രവചനങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എല്ലാ കായിമുകളും ഒരുപോലെയല്ല. ഈ ഒരു ഉദ്ധരണി നോക്കൂ. വാളിന്റെ സഹചാരി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രത്യേക ഖായിം വരുമെന്നും അദ്ദേഹം വരുന്നത് മുൻപില്ലാത്ത ഒരു പുതിയ കാര്യവുമാണെന്നും ഇത് വ്യക്തമാക്കുന്നു. അപ്പോൾ ശരി, നമുക്കിതുവരെ കിട്ടിയ സൂചനകളൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. ഈ ഒരു നിഗൂഢ വ്യക്തി ഇമാമുകൾക്ക് ശേഷം വരുന്ന 12 മഹദികളിൽ ഒരാളാണ്. കായിം എന്നും വാളിന്റെ സഹചാരി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ അന്വേഷണം ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, ഒരു ഭൂമിശാസ്ത്രപരമായ സൂചനയിലേക്കാണ് പോകുന്നത്. ഹദീസുകളിൽ മഹ്ദിക്ക് വഴിയൊടുക്കുന്ന ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഈജിപ്തിലെ സഹചാരി എന്നാണ്. ഈ വ്യക്തിയുടെ ദൗത്യം വളരെ വ്യക്തമാണ്. ഒരുപാട് കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം വരുന്നത് മഹ്ദിയുടെ വരവിനു വേണ്ടി ലോകത്തെ ഒരുക്കാനാണ്. അതിനായിട്ട് അദ്ദേഹം ഒരു പ്രത്യേക പതാക ഉയർത്തും. അപ്പോൾ നോക്കൂ, നമ്മുടെ ലിസ്റ്റിലേക്ക് പുതിയ കാര്യങ്ങൾ വരുവാണ്. അദ്ദേഹം ഈജിപ്തിൽ നിന്നുള്ള ആളാണ്. ഒരു കറുത്ത പതാക ഉയർത്തും. അപ്പോൾ ഈ ഹായിം, വാളിന്റെ സഹചാരി, ഈജിപ്തിലെ സഹചാരി എന്നിവയെല്ലാം ഒരേ വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകളാണോ? ഈ വ്യക്തി ഉയർത്തുമെന്ന് പറയുന്ന ആ പതാകയെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹുവിനോടാണ് കൂറ് എന്നതിൽ എഴുതിയിട്ടുണ്ടാകും. വിശ്വാസികൾക്ക് പിന്തുടരാനുള്ള ഒരു അടയാളമെന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ശരി, അപ്പോൾ ചിതറിക്കിടക്കുന്ന ഈ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് ഒരുമിച്ച് വെച്ച് നോക്കാം. ഈ ഉറവിടം എങ്ങനെയാണ് ഈ പ്രവചനങ്ങളെയെല്ലാം ഒരൊറ്റ വ്യക്തിയിലേക്ക് എത്തിക്കുന്നതെന്ന് കാണാം. നോക്കൂ, ആദ്യം പറയുന്നു 12 ഇമാമുകൾക്ക് ശേഷം ഒരു 13ാമത്തെ പിൻഗാമിയുണ്ടാകുമെന്ന്. അദ്ദേഹത്തെ ഖായിം എന്നും വാളിന്റെ സഹചാരി എന്നും വിളിക്കും. അദ്ദേഹം ഈജിപ്തിൽ നിന്നുള്ള ആളായിരിക്കും. അല്ലാഹുവിനോടാണ് കൂറ് എന്നെഴുതിയ പതാക ഉയർത്തും.
പിന്നെ അദ്ദേഹത്തിന്റെ പേര് അബ്ദല്ല എന്നായിരിക്കുമെന്നും പറയുന്നു. കണ്ടില്ലേ, എല്ലാ സൂചനകളും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഈ ഉറവിടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ എല്ലാ അടയാളങ്ങളും എല്ലാ പ്രവചനങ്ങളും ഒത്തുചേരുന്ന ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുല്ല ഹാഷിം അബ അൽ സാദിഖ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ തെളിവ് കുറച്ചുകൂടി നിഗൂഢമായ ഒന്നാണ്. അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്ന നിഴലുകളുടെ ലോകം എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ചുള്ള പ്രവചനമാണത്. ഈ പ്രവചനം കുറച്ച് സങ്കീർണമാണ്. യഥാർത്ഥ ഖായിം വരുമ്പോൾ നമ്മുടെ ശരിക്കുള്ള സഹോദരന്മാർക്കല്ല, മറിച്ച് നിഴലുകളെ ലോകത്ത് ദൈവം ഒന്നിപ്പിച്ച ആത്മീയ സഹോദരന്മാർക്കാണ് അനന്തരാവകാശം നൽകുക എന്നാണ് പറയുന്നത്. യഥാർത്ഥ ഖായിമിനെ തിരിച്ചറിയാനുള്ളൊരു താക്കോലായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഈ ഉറവിടം അവകാശപ്പെടുന്നതെന്താണെന്ന് വെച്ചാൽ, അവരുടെ നേതാവ് മാത്രമാണ് ഈയൊരു ആത്മീയ അറിവ് ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നത് എന്നാണ്. അതുകൊണ്ടുതന്നെ അവസാനത്തെ ആ പ്രവചനവും അദ്ദേഹത്തിൽ പൂർത്തിയായി എന്നാണ് അവരുടെ വാദം. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പഴയ കാലത്തെ ഗ്രന്ഥങ്ങളെയും പ്രവചനങ്ങളെയും ഇന്നത്തെ ലോകത്ത് വ്യാഖ്യാനിക്കാൻ ആർക്കാണ് അധികാരം? ഒരാൾക്ക് അടയാളമായി തോന്നുന്നത് മറ്റൊരാൾക്ക് വെറും യാദൃശ്ചിതതയായിരിക്കാം. ഇതിലേതാണ് ശരിയെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്.